നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. കേരള മനസാക്ഷിയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ച സംഭവമാണ് ഇന്നലെ വിതുരയിൽ നടന്നത്. ബിനു എന്ന ഒരു ആദിവാസി യുവാവിനെ വിഷമുള്ളിൽ ചെന്ന നിലയിൽ ബന്ധുക്കൾ വിതുര ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പ്രാഥമിക ചികിത്സ കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് വിതുര ആശുപത്രി റഫർ ചെയ്യുകയും ചെയ്തു. ബിനുവിനെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനായി ആംബുലൻസിൽ കയറ്റുമ്പോഴാണ് ആ ആംബുലൻസിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു സമരം നടന്നത്. ആ 108 ആംബുലൻസിൽ ഗുരുതരമായ അവസ്ഥയിലുള്ള രോഗിയുണ്ടെന്നും അതുകൊണ്ട് തടയരുതെന്നും കരഞ്ഞും കാലുപിടിച്ചും ബന്ധുക്കൾ അപേക്ഷിച്ചിട്ടും അധികാരത്തിൽ നിന്ന് അകന്നു നിന്നത് സമനില തെറ്റിയ കോൺഗ്രസുകാർ അത് ചെവിക്കൊണ്ടില്ല. അരമണിക്കൂറോളം ആ ആംബുലൻസ് തടഞ്ഞു നിർത്തുകയും അവസാനം എവറസ്റ്റ് കൊടുമുടി കീഴടക്കി വന്ന വിജയികളുടെ ഭാവത്തിൽ അതിന്റെ മുന്നിൽ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയും ചെയ്തിട്ടാണ് ആ ആംബുലൻസ് വിട്ടയച്ചത്. അവസാനം ബിനു എന്ന ഹതഭാഗ്യനായ ആ യുവാവ് മരണത്തിന് കീഴടങ്ങി. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പറഞ്ഞത് വൈകിപ്പോയി, നിർണായക നിമിഷങ്ങളായിരുന്നു കഴിഞ്ഞതെന്നായിരുന്നു. സംഭവം കുഴപ്പമായെന്നറിഞ്ഞപ്പോൾ മുടന്തൻ ന്യായങ്ങളുമായി കോൺഗ്രസുകാർ രംഗത്തെത്തി. ആംബുലൻസിൽ ഗുരുതരാവസ്ഥയിലുള്ള രോഗി ഉണ്ടെന്ന വിവരം അറിഞ്ഞില്ലായിരുന്നു എന്നാണ് അവരുടെ ഏറ്റവും ഒടുവിലത്തെ ഭാഷ്യം. എന്നാൽ ഡോക്ടറും നഴ്സും ബന്ധുക്കളുമെല്ലാം കരഞ്ഞ് കാലുപിടിച്ച് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ? നിങ്ങളുടെ ഹൃദയം കരിങ്കല്ലായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു അപകടത്തിൽ ഒരു പാവപ്പെട്ട സ്ത്രീ ദൗർഭാഗ്യകരമായി മരണമടഞ്ഞപ്പോൾ കൊലപാതകമെന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് ഉറഞ്ഞാടിയ നിങ്ങൾ മന്ത്രിമാരെ കരികൊടിയുമായി വഴിയിൽ തടയാൻ വേണ്ടി പരക്കം പാഞ്ഞ നിങ്ങൾ ബാരിക്കേഡുകൾ തട്ടിമറിക്കാനും ജലപീരങ്കികൾക്ക് മുമ്പിൽ പോയി നിന്ന് ആറാട്ടും നീരാട്ടും നടത്തി ഷൈൻ ചെയ്യാനും വേണ്ടി ഓടി നടന്ന നിങ്ങൾ, എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും നിങ്ങൾക്ക് കൂട്ടുനിന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുന്നിൽ അങ്ങ് ഉന്മാദ നൃത്തം ചവിട്ടിയ നിങ്ങൾ വിതുരയിൽ ആ ആദിവാസി യുവാവിനോട് ചെയ്ത ഈ പാപകർമ്മത്തിന് എന്ത് സമാധാനമാണ് കേരള ജനതയോട് പറയുന്നത്? അധ്വാനിക്കുന്ന തൊഴിലാളി വർഗമെന്നൊക്കെ നമ്മൾ പറയും പോലെ കേരളത്തിൽ അധ്വാനിക്കുന്ന കുറെ മാധ്യമ വർഗമുണ്ട്. UDF-നെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നവരാണവർ. അവർ ഈ സംഭവമൊന്നും കാര്യമായി അറിഞ്ഞതേയില്ല. കാരണം അവർ അധ്വാനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മഴ പെയ്തു തീർന്നാലും മരം പെയ്തുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞതുപോലെയുള്ള അന്തിച്ചർച്ചകളില്ല, നിരീക്ഷക വേഷങ്ങളുടെ കൂട്ടും കൂടിയാട്ടങ്ങളുമില്ല. പക്ഷേ വാർത്തകൾ എങ്ങനെ മുക്കിയാലും തമസ്കരിച്ചാലും കേരള ജനത ഇതെല്ലാം അറിയുന്നുണ്ട്, കാണുന്നുമുണ്ട്. അനുനിമിഷം കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഇവിടുത്തെ പല മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്നും അകന്നു പോകുന്നതിന്റെ കാരണം ഈ തമസ്കരിക്കലാണെന്ന് സഗൗരവം മുന്നറിയിപ്പ് നൽകുന്നു. സ്നേഹിതരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. സസ്നേഹം, നിങ്ങളുടെ പള്ളിപ്പുറം പ്രദീപ് കുമാർ.